ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ധനുജാസ് വേൾഡ് മസ്കറ്റ്. ഇന്ന് ഞങ്ങൾ പുതിയൊരു വ്ളോഗായിട്ടാണ് ഗായ്സ് വന്നേക്കുന്നത്. മസ്കറ്റ് ടു അൽ ഖുവൈനിലേക്കാണ്. ഒരു 1.5 hour ഉണ്ടാവും അൽ ഖുവൈനിലേക്ക്. ഞങ്ങളിപ്പോൾ കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ മസ്കറ്റിൽ നിന്ന് അൽ ഖുവൈനിലോട്ടുള്ള കിലോമീറ്റർ 130 kilometer ആണുള്ളത്. അവിടെ നിന്ന് ഏകദേശം ഞങ്ങൾ 8:30 തന്നെ അവിടെ സ്ഥലത്തെത്തി. നല്ല വൈഡായിട്ടുള്ള പാർക്കിംഗ് പ്ലേസ് ആണ് അവിടെ ഉള്ളത്. എന്നത്തെ പോലെ ഞങ്ങളുടെ ചങ്സ് ഫാമിലി ഞങ്ങളിവിടെ എന്നും ഉണ്ട്. ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ടാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അതിനായിട്ട് സ്റ്റെപ്സ് ഉണ്ട്, വൈഡായിട്ടുള്ള സ്റ്റെപ്സാണ് ഉള്ളത്. ഞങ്ങൾ സമ്മർ സീസണിലായിരുന്നു വന്നത്, അതുകൊണ്ട് വാട്ടർ ലോ ആയിരുന്നു. നിങ്ങൾ ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ സൺസ്ക്രീൻ, ഹാറ്റ്, സ്പെക്സ് ഇതൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്ഥലത്തോട്ട് പ്രവേശിക്കുമ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കരുതുന്നത് നല്ലതായിരിക്കും. ഈ സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ വാട്ടർഫോൾസ് ആണ്. പ്ലെയിൻ പ്ലേസിൽ നിന്ന് വാട്ടർ താഴത്തോട്ട് വീഴുമ്പോഴാണ് വാട്ടർഫോൾസ് ആവുന്നത്. ഞങ്ങൾ നല്ലൊരു പ്ലേസ് നോക്കുക, ഞങ്ങൾക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി. നാഷണൽ ഡേയുടെ ഹോളിഡേ ആയതുകൊണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരുന്നായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ നല്ല സ്ഥലം നോക്കി ഞങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ അവിടെ ഇരിക്കുവാണ്. ഞങ്ങളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വാട്ടറിലോട്ടൊന്ന് ഇറങ്ങി. കുറച്ച് തണുപ്പും കുറച്ച് ഹോട്ടും ചേർന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് വെള്ളം കുറച്ച് കുഴപ്പമില്ല. ഇവിടെ ഫിഷുണ്ട്. ഞങ്ങൾ ഫിഷിനെയൊക്കെ പിടിക്കാൻ പലവട്ടം നോക്കിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് പോലും കിട്ടണില്ല. അവസാനം ഞങ്ങൾ വാട്ടർഫോൾസിന് താഴത്തോട്ട് പോയപ്പോൾ അവിടെ കുളിക്കാൻ പറ്റിയ കുറച്ച് ആഴമുണ്ട്. പിന്നെ 2 വാട്ടർഫോൾസ് ഉണ്ട് അവിടെ. ഒരു വാട്ടർഫോൾസ് ഭയങ്കര താഴ്ചകൾ, ഒരെണ്ണം നോർമലായിട്ടുള്ളത്. ഞാൻ താഴെയുള്ള വാട്ടർഫോൾസിൽ ഇറങ്ങി കുളിക്കുകയാണ്. ഞാൻ അവിടെ മീനും പിടിക്കണുണ്ട്. ഞങ്ങൾ സമ്മർ സീസണിലാണ് വന്നത്, അതുകൊണ്ട് വാട്ടർ ഭയങ്കര ലോ ആണ്. വാട്ടർഫോൾസിൻ്റെ സോഴ്സ് ഭയങ്കര കുറവാണ്. ആർക്കും മനസ്സില്ല പോകാൻ, വാട്ടർഫോൾസിൽ നിന്ന് പോകാൻ ആർക്കും മനസ്സില്ല. ഞങ്ങൾ ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണം. ഇവിടെ തന്നെ ഡ്രസ്സൊക്കെ മാറാൻ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് നനഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഉണക്കാനിട്ട് ഡ്രൈ ചെയ്യാനിട്ടപ്പോൾ സൺ ഹീറ്റ് ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി.
ഗൈസ്. അതും ആളും ബഹളമായിരുന്നു. ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇനിയും പോകണമെന്നും പറഞ്ഞ് വാട്ടർഫോൾസിലേക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈമും കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി. ഞങ്ങൾ കുറച്ച് പെബിൾസ് കളിച്ചതായിരുന്നു ഞങ്ങളുടെ അക്വാറിയത്തിലിടാൻ വേണ്ടി. ഇപ്പോൾ ടൈം 2 o'clock ആയി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെടുവാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.